ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കിന്ന് തിങ്കളാഴ്ച ആയിട്ട് നമ്മുടെ കൊണാമി നമ്മുടെ ഗെയിമിൽ പുതിയൊരു പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാഷണൽ സ്റ്റാർസ് 2018 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേൾഡ് കപ്പിൻ്റെ ഒരു പാക്ക് തന്നെയാണ് അവർ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഇതിൽ കിടിലൻ പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ ബാക്സ് ആയിട്ട് ഏതെങ്കിലുമൊക്കെ പ്ലേയേഴ്സിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു പാക്കാട്ടോ ഇത്. കാരണം കിടിലൻ ക്വാളിറ്റി സെൻട്രൽ ബാക്സ് ആണ് അവർ ഇപ്രാവശ്യം നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളുടെ ആ കൊല്ലത്തെ ജേതാക്കളായ ഫ്രാൻസിൻ്റെ സെൻട്രൽ ബാക്കായ റാഫേൽ വരാനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ വരാനെ വന്നിരിക്കുന്നത് ഫോർസസ് പ്ലസ് ലോങ് റീഡ് ടാക്കിൾ പറഞ്ഞ സ്കില്ലായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ വർഷം തേർഡായ ബെൽജിയത്തിൻ്റെ സെൻട്രൽ ബാക്കായ നമ്മളുടെ വിൻസെൻറ്റ് കൊമ്പനി. സോ കൊമ്പനി വന്നിരിക്കുന്നത് ഏരിയൽ ഫോർട്ട് പ്ലസ് ലോങ് റീഡ് ടാക്കിൾ പറഞ്ഞ സ്കില്ലായിട്ടാണ്. പിന്നെ നമ്മുടെ മൊറോക്കോ. സോ മൊറോക്കോയുടെ സെൻട്രൽ ബാക്കായ ബെനീറ്റിയ, നമ്മുടെ യുവൻറ്റസിൻ്റെ ഒക്കെ ലെജൻഡാണ് മൂപ്പര്. അപ്പോൾ മൂപ്പര് വന്നിരിക്കുന്നത് ഫോർസസ് പ്ലസ് ഏരിയൽ ഫോർട്ട് പറഞ്ഞ സ്കില്ലായിട്ടാട്ടോ. അപ്പോൾ 3 സെൻട്രൽ ബാക്കും അടിപൊളിയാണ്. അത്യാവശ്യം കിടില സെൻട്രൽ ബാക്സ് തന്നെ ആട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമ്മുടെ വരാൻ നോക്കുകയാണെങ്കിൽ ബിൽഡപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ കൊമ്പനി ഡിസ്ട്രോയർ ആവാനാണ് ചാൻസ് കൂടുതൽ, അത് ഡിസ്ട്രോയർ തന്നെയാണ്. പിന്നെ നമ്മുടെ ബെനീറ്റിയ വന്നിരിക്കുന്നത് ബെനീറ്റിയ, ഓക്കെ, ചെങ്ങായി ഡിസ്ട്രോയറിനെ കേട്ടോ. സോ നിങ്ങൾക്ക് നല്ലൊരു സെൻട്രൽ ബാക്ക് ഓപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ മസ്റ്റായിട്ട് പോയിക്കോട്ടോ. കിടിലൻ ബാക്ക് തന്നെയാണ്. ഇപ്പോൾ എന്തായാലും നമ്മളിന്ന് സ്പിൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സുധി ബ്രോയുടെ അക്കൗണ്ടിലാട്ടോ. അപ്പോൾ സുധി ബ്രോ ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ പറഞ്ഞു, ബ്രോ 4K കോയിനുണ്ട്, പെട്ടയ്ക്ക് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പെട്ടയ്ക്ക് നമുക്ക് നോക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കാം നമുക്ക്. സുധി ബ്രോ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ റാഫേൽ വരാൻ, മെയിൻ ടാർഗറ്റ് റാഫേൽ വരാനും കൊമ്പനി ആട്ടോ. അപ്പോൾ വിൻസെൻറ്റ് കൊമ്പനി ഇട്ട് എത്ര അടിപൊളിയായിരിക്കും, വരാൻ ഇട്ടാൽ എത്ര അടിപൊളിയായിരിക്കും. അപ്പോൾ നല്ല സ്റ്റാറ്റ്സ് വരുന്നുണ്ട് വരാനൊക്കെ, സ്കിൽസും കുഴപ്പമില്ലാത്ത സ്കിൽസും ഒക്കെ ഉണ്ട്. പിന്നെ കൊമ്പനി രണ്ടുപേരും നല്ല ഹൈറ്റും ഇതൊക്കെ ഉള്ള സെൻറ്റർ ബാക്സ് ആട്ടോ. സ്പീഡൊക്കെ അത്യാവശ്യമുള്ള ഒരു സെൻറ്റർ ബാക്സ് തന്നെയാണ് രണ്ടുപേരും. പിന്നെ മറ്റേത് ബെനീറ്റിയോ നല്ല തന്നെയാണ്, മോശം എന്നല്ല കേട്ടോ പറയണേ. മൂപ്പരും കിടലിലാണ്, എന്നാലും ഉള്ളേരും ഒന്നുകൂടി ഫെയിം ഈ രണ്ടുപേരാണ്. അപ്പോൾ ആൾക്ക് അവരാണല്ലോ താല്പര്യം കൂടുതലുണ്ടാവുമെങ്കിലും പോലും. അപ്പോൾ ഫസ്റ്റ് പിന്നെ എന്തായാലും കൊടുക്കാമല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 വട്ടം കൂടി തൊടാം. വരാൻ ആൻഡ് കൊമ്പനി, ഓക്കെ. ട്രിക്കൊന്നുമില്ലടാ, ഇത് കിട്ടി ലെക്കാണ്. അപ്പോൾ 4000 കോയിനുള്ള റിസ്ക്കാണ്, അറിയാം. കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ആദ്യത്തെ സ്പിൻ കൊടുത്തു. താ കൊണാവി, അയ്യോ എടാ, തുടക്കം തന്നെ ഒരു ഫീച്ചേർഡ് കാർഡാണ്. കെയ്ലർ നവാസ് ഇപ്പോഴും കളിക്കണ്ടാ, ഫീച്ചേർഡ് കാർഡായിട്ടാണ് തന്നിരിക്കരുത്. അല്ല നവാസ് ഇപ്പോഴും കളിക്കുന്നുണ്ടാവും. കെയ്ലർ നവാസ് ഏതിലിപ്പോൾ PSG-യിലാണോ? PSG-ന്ന് പോയില്ലേ? അപ്പോൾ മറ്റേ മെക്സിക്കൻ ലീഗിലാണല്ലേ. ഓക്കെ ഓർമ്മയില്ലടാ ഒന്നും, അതാണ് കേട്ടോ, വേറെ ഒന്നല്ല. സോ എടാ സംഗതി ചെങ്ങായിക്ക് എന്തായാലും എടുത്തു കൊടുത്തതിന് അത്രയും സമാധാനം. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മതി ചെങ്ങായി, ഒന്ന് താ. സോ എന്തായാലും നമുക്ക് വരാൻ നോക്കി ഡീറ്റെയിൽസും നോക്കാം കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. കാരണം നമ്മളെ ഒന്ന് വിശ്വസിച്ചിട്ട് ഇങ്ങനെ തരുമ്പോൾ നമ്മൾ എടുത്തു കൊടുത്തെങ്കിൽ അത്രയും നല്ലതല്ലേ. കൊണാമി ഒന്നാമത്തെ കാര്യം ഇതെൻ്റെ അക്കൗണ്ട് അല്ല. അപ്പോൾ നിങ്ങൾ ഇന്നതിൽ മൂഞ്ചിച്ച് കഴിഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടാവില്ല നിങ്ങൾ ചിന്തിക്കും. വിഷമമുണ്ട് ചെറുതായിട്ട്, പക്ഷേ ഇതിൻ്റെ അക്കൗണ്ട് അല്ല എന്ന് ഓർക്കണം നിങ്ങൾ, ഓക്കെ. എന്നിട്ട് നിങ്ങൾ തരണം. എൻ്റെ അക്കൗണ്ടാണ് എനിക്ക് തരില്ല എന്നൊക്കെ അറിയാം, അതുകൊണ്ട് എനിക്കിത് തന്നേ തീരും. ഇത് വേറൊരു അക്കൗണ്ടാണ്. അപ്പോൾ അടുത്ത സ്പിന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കേൾക്കാൻ ഇവന്മാർക്കുണ്ടോ ഒരു കണ്ണിച്ചോരില്ലാത്തവന്മാരുടെ അവന്മാർ കണ്ണിച്ചോരില്ലാത്തവന്മാരടുത്ത് പണ്ട് കാര്യമില്ല. ആൻഡ്രേ, എടാ ആൻഡ്രേ ഏത് രാജ്യം? ഏതെങ്കിലുമൊക്കെ രാജ്യം ആവട്ടെ. വോൾഫിൻ്റെ ആണ്. വോൾഫ് ഇപ്പോൾ സെക്കൻഡ് ഡിവിഷനിലേക്ക് റെലഗേറ്റായി, ഓക്കെ. അയ്യോ ഞാൻ റിലീസ് ചെയ്യാൻ മറന്നു, കുഴപ്പമില്ല. സോ ഇനി എന്തായാലും നെക്സ്റ്റ് സ്പിന്ന് കൊടുക്കാം. എടാ വരാനെ വേണം കേട്ടോ, വരാനും കൊമ്പനി, ഓക്കെ. വരാനെ മാത്രം തൊട്ടാൽ മതി, ഓക്കെ. നമുക്ക് പുറത്തുനിന്ന് ഒരു 3 വട്ടം തൊടാം. 1 2 3. വരാൻ കിട്ടിയ അത്രയും നല്ലതാണ്, സന്തോഷം. പിന്നെ 3 വട്ടം ക്യാൻസൽ എടുത്തു തന്നെ 4ാമത്തെ വട്ടം 900 കൊടുത്തിട്ടുണ്ട്. നോക്കാം, ആണോ? ഒരു പറയും കിട്ടിയില്ലടാ. ഇവിടെ അരിയണ്ണനൊന്നും ഇപ്പോൾ ആവശ്യമില്ല. ഈ അരിയണ്ണനെ കൊണ്ട് തോറ്റു. മച്ചു 4000 കോയിൻ ചെങ്ങായി സേവ് ചെയ്ത കോയിൻ പോകുന്നുണ്ടെങ്കിൽ ആലോചിക്കാൻ വയ്യ. ഇനി നമുക്കേ ഒരു 400 വെച്ച് കൊടുക്കാം കേട്ടോ. 100-ലൊക്കെ കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല, എന്നാലും കൊടുക്കാം. പ്രോബിളിച്ച് കുറവാണ്, 4000 കോയിനല്ലേ ഉള്ളൂ. 100 ഫീച്ചേർഡ് കാർഡാ കിട്ടിയിരിക്കണടാ. പക്ഷേ ഇതാരത്?
എന്ത് ചെയ്യാനാ? അർക്കാസട്ടെ ഫ്ലമിംഗോടെ പ്ലെയറാ. ഇനി അടുത്ത 100 ലാസ്റ്റത്തെ 900 കിട്ടും വെച്ചിട്ടാണ് നമ്മൾ നിൽക്കണത്. CB ഏതൊരു CB റിലീസ് ചെയ്തേ? നെക്സ്റ്റ് 100 കൊടുക്കാം. ഇതൊന്നുമില്ല, 100 കൊടുത്തോണ്ടിരിക്കാം. GK പീച്ചേഴ്സ് മേക്കർ സെൽറ്റിക്കലപ്പോൾ ഓക്കെ അത് പീച്ചേഴ്സ് മേക്കറിൻ്റെ മോനാട്ടോ. ഓക്കെ സോ 100 അഗെയിൻ. ലാസ്റ്റ് 900 കേസുള്ളൂ. ഓക്കെ ഇപ്പം ഇതിൽ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതിലാണ് എൻ്റെ എല്ലാ പ്രതീക്ഷ കേട്ടോ. ഇതിൽ കിട്ടിയില്ല പിന്നെ മൂഞ്ചിക്ക് അത്രേ പറയാനുള്ളൂ. പക്ഷെ എന്തൊരു കഷ്ടമാടാ, സങ്കടം ഉണ്ടോ സത്യം പറയാലോ. ചളിയാ. ബെനീറ്റിയാനെ എന്തായാലും തൊട്ട് നോക്കണം. ബെനീറ്റിയാണ് നമ്മുടെ ഇനി ബാക്കി 2 തൊട്ടിട്ട് കിട്ടിയില്ല. ഇനി നമുക്ക് ടാർഗറ്റ് അല്ലാത്ത ബെനീറ്റിയാനെ നോക്കാം. ഓക്കെ 1 2 3 കൊടുത്തു. എടാ അത് ബെനീറ്റിയാനാണ് കിട്ടിയത്. പക്ഷേ മൊറോക്കൻ സെൻട്രൽ ബാക്ക് ബെനീറ്റിയ. ചാബി അവര് ചാമ്പിതാ എനിക്കറിയാം ചാമ്പിതാ. അത് കുഴപ്പമില്ല. ടാർഗറ്റ് കൊമ്പനിയും വരാനായിരുന്നു പ്രാവശ്യം കിട്ടി ബെനീറ്റിയ. അല്ല ഇപ്പം നല്ല പെർഫോമൻസ് ആയിരുന്നു എൻ്റെ പ്രതീക്ഷ. സുദീപ് റോമ നല്ലതാണ് അത് വിചാരിക്കും. നമുക്ക് ടാർഗറ്റ് കിട്ടിയില്ല സത്യമാണ്. എന്നാലും എൻ്റെ ഗുണവും നമ്മൾ ടാർഗറ്റ് ഒരു കാര്യം വെച്ച് തരുമ്പോൾ അത് തന്നുകൂടെ നിങ്ങൾക്ക്. 150 ഈ 100 ബാക്കി പ്ലേസ് ഉണ്ട്. അതിൽ 3 പെടാനും ബാക്കി ഒരെണ്ണത്തിന് കിട്ടി. അതെൻ്റെ ഒരു ലക്ക് എന്ന് പറയാം. വലിയ ഇനി ഇതിനെ ഒന്ന് ട്രെയിൻ ചെയ്യിക്കട്ടെ പോയിട്ട്. നിങ്ങൾക്ക് ഇന്ന് ആര് കിട്ടിയ താഴെ കമൻറ്റ് ചെയ്യട്ടോ വൈസ്. പിന്നെ ഫുട്ബോൾ ചാനലിൽ കണ്ടൻറ്റ് കിട്ടണമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന അതിനിടയ്ക്ക് എനിക്ക് ലൂസ് മോഷൻ പിടിച്ച് പനി വന്നു. എന്തൊക്കെ കാണണം വെച്ചിട്ടാ ഒന്നും പറയണ്ട. എന്തായാലും ഞാൻ ഇടാട്ടോ, നിങ്ങൾ പേടിക്കണ്ട. അല്ല നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനല്ലേ പേടിക്കേണ്ടില്ലേ. ഞാൻ എന്തായാലും സെറ്റ് ചെയ്യാട്ടോ, നിങ്ങളാരും പേടിക്കണ്ട. അപ്പോൾ ഇതിൽ CB ആയിട്ട് ഇപ്പോൾ തൽക്കാലം നമുക്ക് വേണ്ടേക്കിനെ വച്ചിട്ട് ബെനീറ്റിയനെ അക്കഞ്ചിയുടെ വരടാം. ഓക്കെ എന്നിട്ട് നമുക്കൊന്ന് ബൂസ്റ്റർ ക്രാഫ്റ്റിങ് കൊടുക്കാം. ഓക്കെ ഡിഫെൻഡിങ് കൊടുക്കാം. ഓക്കെ ഷട്ട് ഡൗണിനെ കൊടുക്കാടാ, അത് നല്ലത്. നമുക്ക് പ്ലെയർ പോർഷൻ ഓട്ടോ നിങ്ങൾക്ക് സ്റ്റാറ്റ്സ് കാണിച്ചു തരാം കേട്ടോ. അയ്യോ ട്രെയിനിങ് കൊടുത്തില്ല അല്ലേ? ട്രെയിനിങ് കൊടുക്കട്ടെ. ഇടക്കാൻ ഓരോ മണ്ടത്തരം വെച്ച് നോക്കി. നിങ്ങൾക്ക് പ്രോഗ്രഷൻ ഓട്ടോ കൊടുക്കാം. 950 106 കിട്ടും കേട്ടോ. 106 കൊണ്ടൊരു സെൻറ്റർ ബാക്ക് തന്നെയാണ്. സ്റ്റാറ്റ്സ് വൈസ് ഹെഡിങ് 98. ആളിയാ എടാ ഇത് സെൻട്രൽ ബാക്ക് വെച്ച് എനിക്ക് അറിയില്ല. സെൻട്രൽ ബാക്കിൻ്റെ മാക്സിമം സ്റ്റാറ്റ്സിൻ്റെ മുകളിൽ കിടക്കുന്ന സ്റ്റാറ്റ്സാണ് മൂപ്പർക്ക് ഇപ്പോൾ ഉള്ളത്. ഡിഫൻസ് അവയർനെസ്, ടാക്ലിങ്, അഗ്രഷൻ, ഡിഫൻസ് എല്ലാം 100 കൂട്ടിക്കോ. എല്ലാം 100. നമുക്ക് സ്പീഡിൻ്റെ സെക്ഷൻ ഒരു 85 83. അത് നമുക്ക് ഇതിന്ന് കുറച്ചിട്ടേ ഇതൊക്കെ ഒരു 98 ആക്കിയിട്ട് ഇതിലേക്കൊരു 90 മുട്ടണ രീതിയിൽ, അതായത് സ്പീഡ് 90, ആക്സലറേഷൻ 87 ഒക്കെ 85ൻ്റെ മുകളിൽ പറ്റുന്ന രീതിയിൽ കൊടുത്താൽ മതി. ജമ്പ് ഫിസിക്കൽ കോണ്ടാക്റ്റ് കിടലിനാണ്. ഇത് കാർഡായിട്ട് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഫെയിം വച്ചെടുത്ത് കാർഡായിട്ട് നോക്കുകയാണ്. നമുക്കിത് കിട്ടിയോണ്ട് പറയല്ല, നിങ്ങൾക്ക് കണ്ടു കാണാമല്ലോ. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഉള്ള ഒരു കിടിലൻ സാധനം തന്നെയാണ്. ഏരിയൽ ഫോർട്ട് പ്ലസ് ഫോർട്രസ് ആണ് നല്ല സ്കില്ലും വന്നിരിക്കുന്നത്. അപ്പോൾ മോശം പറയാല്ല. ഏജ് നോക്കുകയാണെങ്കിലും 31 ഹൈറ്റ് വരുന്നത്. അപ്പോൾ നല്ലൊരു കാർഡ് തന്നെയാണ്, മോശം പറയല്ല കേട്ടോ. അപ്പോൾ നല്ല കാർഡാണ്. നിങ്ങളിത് നമുക്ക് കിട്ടി വന്നിട്ട് നമ്മൾ വെളുപ്പിക്കണമല്ല, നല്ല കാർഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും സുദീപ് ബ്രോ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടാർഗറ്റ് കൊമ്പരി വരാനായിരുന്നു, എന്നാലും എടുത്തിട്ടുണ്ട്. ഓക്കെ സന്തോഷമായി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും എടുത്തു കൊടുക്കാൻ പറ്റി, അതിൻ്റെ വല്ല കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താക്കിയത് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.